ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ആണ്. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. എക്സാമ്പിൾ 4. ഫൈൻഡ് ഡോ സെഡ് ബൈ ഡോ എക്സ് അസ്യൂമിംഗ് ദാറ്റ് ദ ഇക്വേഷൻ വൈ സെഡ് മൈനസ് ലോഗ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. Define z as a function of two independent variable x and y and the partial derivative exists. ഇതാണ് z is a function of x and y. ഇവിടെ z is a function of x and y എന്ന് പറയുന്നുണ്ട്. x and y, z is. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഇതാണ്. ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമ്മൾ ഓരോ ടേമിൻ്റെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് എഴുതി. ഇനി ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ സെഡ്, ഇവിടെ വൈ കോൺസ്റ്റന്റ് ആണ്, വൈ ടേക്കിംഗ് ഔട്ട് സൈഡ്. ദെൻ ഡോ സെഡ് ബൈ ഡോ എക്സ് മൈനസ് ലോഗ് സെഡിന്റെ ഡെറിവേറ്റീവ് 1 ബൈ സെഡ് ആണ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ്. അതാണ് നോക്കേണ്ടത്. 1 ബൈ സെഡ്, ഈ വൈ സെഡിന്റെ ഡെറിവേറ്റീവ് വൈ എഴുതുക, പിന്നെ സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൈനസ് ലോഗ് സെഡിന്റെ 1 ബൈ സെഡ് ആണ് ഡോ സെഡ് ബൈ ഡോ എക്സ്, പ്ലസ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1. വൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത്, അപ്പോൾ 0. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഈ ഡോ സെഡ് ബൈ ഡോ എക്സ് ടേക്കിംഗ് ഔട്ട് സൈഡ്, അപ്പോൾ വൈ ഡിവൈഡ് ബൈ 1 മൈനസ് സെഡ് ഈക്വൽ ടു 1. അതുകൊണ്ട് ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു സെഡ് ഡിവൈഡഡ് ബൈ വൈ സെഡ് മൈനസ് 1. ഇവിടെ വൈ കോൺസ്റ്റന്റ് ആണ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ സെഡ് ഈക്വൽ ടു വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ്. അത് നിങ്ങൾക്ക് മറന്നു പോകരുത്. നെക്സ്റ്റ് എക്സാമ്പിൾ 5. ദ പ്ലെയിൻ എക്സ് ഈക്വൽ ടു 1 ഇന്റർസെക്ട് ദ പരാബോളോയിഡ് സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻ ദ പരാബോള. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ പരാബോള അറ്റ് 1 to 5. ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പരാബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇതാണ് ആ പരാബോളോയിഡ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിൽ ഓപ്പൺ അപ്വേർഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ബാസ്ക്കറ്റാണ്. ഈ ബാസ്ക്കറ്റ് ഓപ്പൺ അപ്വേർഡ് ആയിട്ട് എക്സ് വൈ പ്ലെയിൻ, ഇത് എക്സ് ഇത് വൈ. അപ്പം മുകളിലത്തെ സെഡ് പ്ലെയിനിലേക്കാണ് ഇത് തുറന്നിരിക്കുക. അത് ഓർമ്മ വേണം. നമുക്ക് എവിടെയാണ് കാണേണ്ടത്? നമുക്ക് സെഡ് ഈക്വൽ ടു ഇത് എക്സ് ഈക്വൽ ടു 1 ഇന്റർസെക്ട്. എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ആക്സിൽ എക്സ് ഈക്വൽ ടു 1, ഇവിടെ നിങ്ങോട്ട് 1 യൂണിറ്റ് എടുക്കുക. 1 യൂണിറ്റ് എടുത്തിട്ട് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിൻ, അതാണ് ഈ പ്ലെയിൻ. ഇതാണ് ആ പ്ലെയിൻ. ഈ പ്ലെയിനിൽ ഈ ബാസ്ക്കറ്റിനെ ഈ പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരാബോള കിട്ടും. ഇതാണ് ആ പരാബോള. ഇതാണ് ആ പരാബോള. ഈ പരാബോള കിട്ടുന്നത് എന്തായിരിക്കും? വൈ സെഡ് പ്ലെയിനിൽ പാരലായിട്ടായിരിക്കും. വൈ സെഡ് പ്ലെയിനിൽ പാരലായിട്ടാണ് ഈ പരാബോള വരിക. ദ പരാബോള ലൈസ് ഇൻ ദ പ്ലെയിൻ പാരലൽ ടു വൈ സെഡ് പ്ലെയിൻ. വൈ സെഡ് പ്ലെയിനിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് ഒരു യൂണിറ്റ് മാറിയിട്ടാണ് ഈ പരാബോള ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്താ കാണേണ്ടത്? ഇതിൻ്റെ കാണേണ്ടത് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ പരാബോള അറ്റ് 1 to 5. ഇപ്പോൾ എക്സിന് 1ഉം വൈക്ക് 2ഉം കൊടുത്തു കഴിഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 5 ആയിരിക്കും. സെഡ് എപ്പോഴും 5 തന്നെയായിരിക്കും 1 2 കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് 1 to 5 എന്ന് പറയുന്ന പോയിന്റ്. എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, സെഡ് ഈക്വൽ ടു 5. ഈ ഹൈറ്റിലുള്ള പോയിന്റാണ്. ഇവിടുത്തെ സ്ലോപ്പ് കാണണ്ടേ? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ. ഇതാണ് ടാൻജന്റ് ലൈൻ. ഈ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് എക്സിന് 1ഉം വൈക്ക് 2ഉം കൊടുക്കുക. ഇതിനെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2y. എന്നിട്ട് എക്സിന് 1ഉം വൈക്ക് 2ഉം കൊടുത്തു കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ഈ ലൈനിൻ്റെ സ്ലോപ്പ് 4 ആണ്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് വേറൊരു തരത്തിലും ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ് ഈക്വൽ ടു 1, ഇത് ഇപ്പോൾ ഈ തരത്തിൽ കിട്ടിയപ്പോൾ ഇത് കിട്ടി. ഇനി വേണമെങ്കിൽ ഇന്ന് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിന് കൊണ്ട് കട്ട് ചെയ്യിക്കുക. അപ്പോൾ ഈ എക്സ് സ്ക്വയർ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് സെഡ് എക്സിന് സ്ഥാനത്ത് 1 കൊടുക്കുക. അതാ 1
1 square. Z equal to 1 square plus y square. That is Z equal to 1 plus y square എന്ന് കിട്ടി. അതാണ് ഈ പരാബോളയുടെ ഇക്വേഷൻ. ഈ പരാബോളയുടെ ഇക്വേഷനാണത്. ഇനി നമുക്ക് അതിൻ്റെ സ്ലോപ്പ് കാണാനായിട്ട് ഇതിനകത്ത് എക്സ് ഒന്നുമില്ല, ഇതിനെ ഡോ സെഡ് ബൈ ഡോ വൈ കണ്ടാൽ മതി. അല്ല ടോട്ടൽ ഡി സെഡ് ബൈ ഡി വൈ കണ്ടാൽ മതി. അത് 2y ആണ്. കണ്ട 2y എന്ന് കിട്ടി. ഇനി y ഈക്വൽ ടു 2 എന്ന് കൊടുക്കുക. y ഈക്വൽ ടു ഇവിടെ സ്ലോപ്പ് y ഈക്വൽ ടു 2 സ്ലോപ്പാണ് കാണേണ്ടത്. എക്സ് 1 ആയിരിക്കും, സെഡ് 5 ആയിരിക്കും. അപ്പം y ഈക്വൽ ടു 2 സ്ലോപ്പ് കാണുമ്പോൾ 4 കിട്ടി. രണ്ട് തരത്തിൽ കിട്ടിയാലും ആദ്യത്തെ തരത്തിൽ നമ്മൾ ചെയ്തത് എന്താ, ഇതിനെ ഈ ഇക്വേഷനെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് പാർഷ്യലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. പാർഷ്യൽ ഡോ സെഡ് ബൈ ഡോ വൈ കണ്ടു, എന്നിട്ട് വൈക്ക് നമ്മൾ 2 കൊടുത്തു. രണ്ടാമത്തെ തരത്തിൽ ചെയ്തോ, നമ്മൾ ഈ എക്സിന് 1 കൊടുത്തു കഴിയുമ്പോൾ സെഡ് ഈക്വൽ ടു 1 പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞ പരാബോള കിട്ടി. ആ പരാബോളനെ ടോട്ടലായിട്ട് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു, അതിൻ്റെ എക്സ് ഇല്ല, വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വൈക്ക് 2 കൊടുത്തപ്പോൾ 4 കിട്ടി. ഇതാണ്. Then functions of more than 2 വേരിയബിൾ. അപ്പോൾ മോർ ദാൻ 2 വേരിയബിൾ ആണ്. എക്സാമ്പിൾ 6, ഇഫ് എക്സ് വൈ സെഡ് ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇവിടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് എക്സ് സൈൻ വൈ പ്ലസ് 3z. ഇവിടെ നമുക്ക് ഈ എഫിനെ വേണമെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു എന്ന് എടുക്കാം. അപ്പോൾ ഡബ്ല്യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്. ഡബ്ല്യുവിന് പോലെ നമ്മൾ എഫ് എന്ന് എഴുതാമെന്ന്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ സെഡ് അല്ലെങ്കിൽ ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. എഫിനെ നമ്മൾ ഡബ്ല്യു ആയിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഈ എക്സ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് പുറത്തെടുത്തു, എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിലുള്ളതിനെ സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ സൈൻ വൈ പ്ലസ് 3z ഡെറിവേറ്റീവ് എന്താ, കോസ് വൈ പ്ലസ് 3z. കോസ് വൈ പ്ലസ് 3z ആണ്. അത് കഴിഞ്ഞ് വൈ പ്ലസ് 3z ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, വൈ പ്ലസ് 3z വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3 ആണ്. അപ്പോൾ ഈ എക്സ് ഇവിടെ എഴുതി, ഈ 3 ഇവിടെ എഴുതി. 3x കോസ് വൈ പ്ലസ് 3z. അതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് മോർ ദാൻ 2 വേരിയബിൾ ആണ്. ഓക്കെ. Then ഒരു പ്രോബ്ലം, എക്സാമ്പിൾ 7, if resistors R1 R2 R3, ഇതാണ് R1 R2 R3, ohms are connected in parallel to make an R ohm resistor, R ohm resistor, the value of R can be found from the equation 1 by R equal to 1 by R1 plus R2 plus R3. Find the value of dou R by dou R2 when R1 equal to 30, R2 equal to 45, R3 equal to 19 ohms. അപ്പം നമുക്ക് എന്താ കാണേണ്ടത്, ഡോ ആർ ബൈ ഡോ R2 ആണ് കാണേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പം ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു R2 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതാ, അപ്പം ലെഫ്റ്റ് സൈഡിനെ R2 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, റൈറ്റ് സൈഡിനെ R2 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി ലെഫ്റ്റ് സൈഡിൽ R2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ ആറിൻ്റെ എന്തായിരിക്കും ഡെറിവേറ്റീവ്, മൈനസ് 1 ബൈ ആർ സ്ക്വയർ. അത് കഴിഞ്ഞ് ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം R2 കൊണ്ട്. അതാണ് ഇവിടെ എഴുതിയത്, മൈനസ് 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ R2. ഇനി 1 ബൈ R1നെ R2 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ R1 എന്തായിരിക്കും, R1 ഈസ് എ കോൺസ്റ്റൻറ്റ്. R1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0. പ്ലസ് 1 ബൈ R2നെ വിത്ത് റെസ്പെക്ട് ടു R2 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, മൈനസ് R2 സ്ക്വയർ. ഇതുകൊണ്ടാ മൈനസ് R2 സ്ക്വയർ. പ്ലസ് 1 ബൈ R3നെ വിത്ത് റെസ്പെക്ട് ടു R2 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന R3 ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. ഇപ്പോൾ നിങ്ങളൊരു കാര്യം നമ്മളിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആറിൻ്റെ അകത്തുണ്ടാവും, ആറിൻ്റെ അകത്ത് R1, R2, R3 ഉണ്ട്. അതുകൊണ്ട് ആറിനെ വിത്ത് റെസ്പെക്ട് ടു 1 ബൈ ആറിനെ വിത്ത് റെസ്പെക്ട് ടു R2 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആറിൻ്റെ വിത്ത് റെസ്പെക്ട് ടു R2. ഈ 1 ബൈ R1ൻ്റെ അകത്ത് R2 ഇല്ല,
അതുകൊണ്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0. 1/R3 R2 ഇല്ല, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0. പക്ഷേ ആറിൻ്റെ അകത്ത് എന്തുണ്ട്? ആറിൻ്റെ അകത്ത് R2 ഉണ്ട്. R ഈസ് എ ഫങ്ഷൻ ഓഫ് R1 R2 R3 ആണ്. അപ്പോൾ 1/R R2 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/R -1/R² ഇൻറ്റു ∂R/∂R2 ആണ് കിട്ടുക. ഓക്കെ, അത് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇതിന് ∂R/∂R2 ഇത് കിട്ടി. ഇനി ഇവിടെ നമ്മൾ R/R2² ആണ് കാണേണ്ടത്. R/R2² ആണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് ആറിൻ്റെ വാല്യൂ? R1ഉം R2ഉം R3ഉം ആവുമ്പോൾ ആറിൻ്റെ വാല്യൂ കാണണം. ഇതാണ് ഇക്വേഷൻ. 1/R ഈക്വൽ ടു 1/R ഈക്വൽ ടു 1/R1 + R2 + R3. R1ന് 30 കൊടുക്കുക, R2ന് 45 കൊടുക്കുക, R3ക്ക് 90 കൊടുക്കുക. അപ്പോൾ 1/R എന്തായി? 1/15 ആവും. അപ്പോൾ R എന്തായി? R ഈക്വൽ ടു 15. അത് കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ∂R/∂R2 ഈക്വൽ ടു R എന്ന് പറഞ്ഞാൽ എത്രയാ? 15 ഡിവൈഡ് ബൈ R2 എത്രയാ? R2 45 തന്നിട്ടുണ്ട്, R2². അപ്പോൾ ∂R/∂R2 ഈസ് ഈക്വൽ ടു 15/45², 1/3², ദാറ്റ് ഈസ് ഈക്വൽ ടു 1/9. ∂R/∂R2 ഇതാണ് 1/9 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2-ൽ ഒരു ചെറിയ ചേഞ്ച് വരുമ്പോൾ ആറിലുണ്ടാകുന്ന ചേഞ്ച് 1/9 ആയിരിക്കും. കണ്ടോ? Thus at the given values a small change in the resistance R2 leads to a change in R about 1/9 as large. R2-ൽ ഒരു ചേഞ്ച് വരുമ്പോൾ ആറിൽ 1/9 ചേഞ്ച് ഉണ്ടാവും ആറിൽ. അതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഫിഗർ നിങ്ങളിവിടെ നോക്കിക്കണം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 8. Let f of xy equal to 0, xy not equal to 0 and equal to 1, xy equal to 0. അങ്ങനെയാണ് നമുക്ക് എയും ബിയും സിയും ഡിയും കണ്ടുപിടിക്കണം. അതാണ്. അപ്പോൾ നമ്മൾ അത് നോക്കാം. അതിൻ്റെ ഇതുണ്ട്. ഈ ഗ്രാഫ് ഒന്ന് നിങ്ങൾ നോക്കിക്കോളാം. ഇതിൽ y ഈക്വൽ ടു 0 ആണ്. y ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ എക്സ് ആക്സിസ് ആണ് കിട്ടുക. ഈ എക്സ് ആക്സിസ് y ഈക്വൽ ടു 0 ആവുമ്പോൾ എടുക്കുകയാണെങ്കിൽ z ഈക്വൽ ടു എന്താണ്? 1 ആണ്. z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ y 0 ആകുമ്പോൾ ഈ L1 എന്ന് പറയുന്ന ലൈൻ കിട്ടും. അത് ഈ എക്സ് ആക്സിസ് നേരെ മുകളിൽ 1 യൂണിറ്റ് മുകളിലായിട്ട് കിട്ടുന്ന ലൈനാണ് L1 എന്ന് പറയുന്ന ലൈൻ. y 0 ആകുമ്പോൾ ഇതിനകത്ത് നമ്മൾ y 0 ആക്കുക. xy 0 ആണ്. y 0 ആകുമ്പോൾ എന്തായിരിക്കും? y 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് ആകുമ്പോൾ അവിടെ എന്തായിരിക്കും? z ഈക്വൽ ടു 1 ആണ്. ദെൻ അപ്പം L1 എന്ന് പറയുന്ന ലൈൻ കിട്ടും. ഇനി നമ്മൾ എക്സ് 0 ആയിട്ട് എടുക്കുക. ഈ എക്സ് 0 ആയിട്ട് എടുക്കുക. അപ്പം നമുക്ക് കിട്ടുന്നത് ലൈൻ എന്തായിരിക്കും? ലൈൻ എന്ന് പറയുന്ന ഈ വൈ ആക്സിസ് ആണ് കിട്ടുക. എക്സ് 0 ആകുമ്പോൾ വൈ ആക്സിസ് അവിടെ എന്തായിരിക്കും? എക്സ് 0 ആകുമ്പോൾ സെഡിൻ്റെ വാല്യൂ എന്താ? 1. സെഡിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 യൂണിറ്റ് മുകളിൽ കൂടെ പോകുന്ന ഈ ലൈൻ L2 എന്ന് പറയുന്ന ഈ ലൈൻ. അപ്പോഴാണ് y 0 ആകുമ്പോഴും L1 എന്ന് പറയുന്ന ലൈൻ കിട്ടും. എക്സ് 0 ആകുമ്പോൾ L2 എന്ന് പറയുന്ന ലൈൻ കിട്ടും. 1 യൂണിറ്റ് മുകളിൽ കൂടെ സെഡ് ആക്സിസിലേക്ക് 1 യൂണിറ്റ് മുകളിൽ കൂടെയുള്ള ഈ 2 ലൈനും കിട്ടും. ആ 2 ലൈനും ഇവിടെ ഇൻ്റർസെക്ട് ചെയ്ത് ഇങ്ങനെ പോകും. ഇനി ബാക്കിയുള്ളിടത്തൊക്കെയോ എക്സും വൈയും 0 അല്ലെങ്കിൽ സെഡിൻ്റെ വാല്യൂ എന്താ? എക്സോ വൈയോ 0 ആകുമ്പോൾ സെഡിൻ്റെ വാല്യൂ 1,
എക്സും വൈയും 0 അല്ലെങ്കിൽ എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ എക്സ് വൈ പ്ലെയിൻ തന്നെ ആയിരിക്കും. ഈ കാണുന്നത് ഇതാണ്. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അത് നമ്മൾ ഇതുണ്ടോ, the graph of f of xy equal to 0, xy not equal to 0 and equal to 1, xy equal to 0 consists of the line L1 and L2 lying 1 unit above the xy plane and the 4 open quadrant of xy plane. The function has partial derivative at the origin but is not continuous there. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എക്സോ വൈയോ 0 ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സോ വൈയോ 0 ആകുമ്പോൾ എക്സോ വൈയോ കൺസിസ്റ്റ് ഓഫ് ദ ലൈൻ L1 ഒരു യൂണിറ്റ് മുകളിൽ ആൻഡ് L2 ലൈങ് 1 യൂണിറ്റ് അബവ് ദ എക്സ് വൈ പ്ലെയിൻ. ഇനി എക്സ് വൈയും 0 അല്ലെങ്കിലോ ആൻഡ് ദ 4 ഓപ്പൺ ക്വാഡ്രന്റ് ഓഫ് ദ എക്സ് വൈ പ്ലെയിൻ. ഇതാ ഈ എക്സ് വൈ പ്ലെയിനിലുള്ള ഈ 4 ഓപ്പൺ ക്വാഡ്രന്റ് എക്സ് വൈ പ്ലെയിനിലുള്ള എക്സ് വൈ പ്ലെയിനാണ്. എക്സും വൈയും 0 അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിനിലാണ് കിട്ടുന്നത്. എക്സോ വൈയോ 0 ആണെങ്കിൽ 1 യൂണിറ്റ് മുകളിൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താന്നുള്ളത് ഇതാ. ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് എഫ് ആസ് എക്സ് വൈ അപ്രോച്ചസ് 0 അലോങ് ദ ലൈൻ വൈ ഈക്വൽ ടു എക്സ്. ഇതാണ് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ. ഈ ലൈനിക്കടെ വരുമ്പോൾ എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും 0 അല്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ എന്തായിരിക്കും? 0. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് കാണണം. ഫൈൻഡ് ദ ലിമിറ്റ്. വേണ്ട, ഇതാണ് ലിമിറ്റ്. വൈ ഈക്വൽ ടു എക്സ് കൂടെ വരുമ്പോൾ ഈ ലൈനിൽ കൂടെ വരുമ്പോൾ ഈ ലൈനിൽ കൂടെ വരുമ്പോൾ എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ 0 ആണ്. അതിൻ്റെ ലിമിറ്റ് 0 ആ ലൈനിൽ കൂടെ വരുമ്പോൾ. ഇനി രണ്ടാമത് പറയുന്നത് ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആസ് അപ്രോച്ചസ് 0 അലോങ് ദ ലൈൻ വൈ ഈക്വൽ ടു 0. വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. ഈ എക്സ് ആക്സിസ് ആണ് വൈ ഈക്വൽ ടു 0. ഇതിലേ വരുമ്പോഴെന്താ വൈ 0 ആണ്. വൈ 0 ആകുമ്പോൾ എക്സ് വൈ 0 ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പം അതിന് ലിമിറ്റ് എത്രയായിരിക്കും? 1. അതാണ്. ഒന്നും കൂടെ നിങ്ങൾ നോക്കുക. ഇത് ഇതിലേ വരുമ്പോൾ വൈ ഈക്വൽ ടു എക്സ് കൂടെ വരുമ്പോൾ ഇതിലെ ഈ 0യിലേക്ക് വരുമ്പോൾ ലിമിറ്റ് 0യും ഇതാണ് എക്സ് ആക്സിസ്. അത് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റാണ്. വൈ ഈക്വൽ ടു 0 ഇതിലേ വരുമ്പോൾ ഈ പോയിന്റിലേക്ക് വരുമ്പോൾ ലിമിറ്റ് അവിടെ വൈ ഈക്വൽ 0 ആണ്, എക്സ് വൈ ഈക്വൽ 0 ആണ്. അപ്പം ലിമിറ്റ് എത്രയായിരിക്കും? 1. അപ്പം രണ്ടിനും 2 ലിമിറ്റാണ് കിട്ടുന്നത്. അതുകൊണ്ട് പ്രൂവ് ദാറ്റ് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ദ ഒറിജിൻ. അപ്പം എന്തായിരിക്കും? 2 ലിമിറ്റ് കിട്ടുമ്പോൾ 2 ലിമിറ്റാണ് കിട്ടുന്നത്. ബൈ ദ 2 പാത്ത് ടെസ്റ്റ് എഫ് വാസ് നോ ലിമിറ്റ് ആസ് എക്സ് വൈ അപ്രോച്ചസ് 0 2 ലിമിറ്റാണ് കിട്ടുന്നത്. ഒരു സ്ഥലത്ത് 0യും ഒരു സ്ഥലത്ത് 1ഉമാണ്. കോൺസിക്വൻറ്റ്ലി എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0 എഫ് കണ്ടിന്യൂസ് അല്ല. ഇനി നമുക്ക് അടുത്ത് കാണാനുള്ളത് ഷോ ദാറ്റ് ബോത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ എക്സിസ്റ്റ് അറ്റ് ദ ഒറിജിനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒറിജിനിൽ ഫൈൻഡ് ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് 0 ഡോ എഫ് ബൈ ഡോ എക്സ് കാണണം. അതിന് നമ്മൾ ആദ്യം വി ഹോൾഡ് വൈ ഫിക്സഡ് അറ്റ് വൈ ഈക്വൽ ടു 0 എന്ന് ഫിക്സ് ചെയ്യുക. വൈ ഈക്വൽ ടു 0 എന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഫ് ഓഫ് എക്സ് വൈ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് വൈ 1 ആയിരിക്കും. ഈ ലൈനാണ്. ഈ ലൈൻ L1 എന്ന് പറയുന്ന ലൈനാണ് എഫ് ഓഫ് എക്സ് വൈ ഫോർ ഓൾ എക്സ്. വൈ നമ്മൾ 0 ആയിട്ട് ഫിക്സ് ചെയ്തു. ആൻഡ് ഗ്രാഫ് ഓഫ് എഫ് ഈസ് L1. ലൈൻ L1 ആണ്. ഈ ലൈൻ L1 ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ അറ്റ് എനി എക്സ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ്. അപ്പം ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ 0 ആണ്. എഫ് ഓഫ് എക്സ് വൈനെ നമുക്ക് സ്ലോപ്പ് കാണാനായിട്ട്
എഫ് ഓഫ് എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സ്ലോപ്പ് ഓഫ് ലൈൻ അറ്റ് എനി എക്സ് ഡോ എഫ് ബൈ ഡോ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 0 കിട്ടും. അപ്പം ഈ L1 എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് 0 ആണ്. ഇൻ പർട്ടിക്കുലർ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 അറ്റ് 0 0 y 0 ആയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y 0 ആയിട്ട് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 0 എന്ന് കിട്ടും. ഇനി എക്സ്, അപ്പോൾ ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ 0, എക്സ് 0 ആയാലും അത് തന്നെയായിരിക്കും കിട്ടുക. അപ്പം അവിടെ നമുക്ക് എന്ത് കിട്ടി? ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ എക്സ് നമുക്ക് 0 കിട്ടി. ഈ L1 എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ്. സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈ കാണാനായിട്ട് എന്ത് ചെയ്യണം? എക്സ് 0 ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്കൊരു ലൈൻ കിട്ടും, L2 എന്ന് പറയുന്ന ലൈനാണ് കിട്ടുക. എക്സ് 0 ആയിട്ട് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 എന്ന് തന്നെയാണ് കിട്ടുക. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 എന്നാണ് കിട്ടുക. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 എന്നാണ് കിട്ടുക എക്സ് 0 ആയിട്ട് എടുക്കുമ്പോൾ. ഈ L2 എന്ന് പറയുന്ന ലൈൻ കിട്ടും. അതിൻ്റെ സ്ലോപ്പ് കാണാനായിട്ട് വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ 1 കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും, 0. അപ്പോൾ L2 എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? 0. അപ്പോൾ അതാണ് കിട്ടുക, 0 കിട്ടും. ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു 0 അറ്റ്, പിന്നെ എക്സിന് വൈക്കും 0 കൊടുത്ത് എക്സിനും 0 കൊടുത്ത്. ഇപ്പോൾ നമ്മൾ ഡോ എഫ് ബൈ ഡോ വൈ നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോഴാണ് കിട്ടുന്നത്. ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു 0, വൈക്കും 0 കൊടുക്കുമ്പോൾ 0 തന്നെയായിരിക്കും. അപ്പം L1 എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പും 0 ആണ്, L2 എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പും 0 ആണ്. അത് നമ്മൾ എഫ് ഓഫ് എക്സ് വൈനെ ഈക്വൽ ടു 1നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴും 0, വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴും 0. അപ്പോൾ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫംഗ്ഷൻ എന്താ? ഈ ഫംഗ്ഷൻ 0 0യിൽ കണ്ടിന്യൂസ് അല്ല. 0 0യിൽ കണ്ടിന്യൂസ് അല്ല. കാരണം എന്താ? ഇതിൻ്റെ 0 0 ഇതിൻ്റെ ലിമിറ്റ് ഒരു സ്ഥലത്ത് 0യും ഒരു സ്ഥലത്ത് 1ഉം ആയതുകൊണ്ട് 2 പാത്ത് ടെസ്റ്റ് അനുസരിച്ച് അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കണ്ടിന്യൂസും അല്ല. പക്ഷേ 0 0യിൽ ഇതിന് എന്തുണ്ട്? ഇതിന് സ്ലോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഈ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.